ഇപ്രാവശ്യത്തെ കണക്ക് കണ്ടിട്ട് ഞാൻ ജയിക്കുന്നുണ്ട് തോന്നുന്നത്. വേറെ ആരും ഇല്ലെങ്കിൽ അല്ല വേറെ ആരെന്നിട്ട് എന്ത് കാര്യം? ഇപ്പൊ കറക്റ്റ്. എടാ താനെ ഇവിടെ പോയി കിടക്കുക. എത്ര വീട്ടിൽ കയറി പ്രചരണം നടത്താനുള്ളതാ? അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ ഇത് ഹരികുമാർ സ്വതന്ത്ര കവിയാണ്. സ്വതന്ത്ര കവിയോ? ഈ നിമിഷ കവി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഇലക്ഷൻ പാരഡി ഗാനങ്ങൾ എഴുതി കൊടുക്കുന്നതിലാണ് എന്റെ സ്പെഷ്യലൈസേഷൻ. പിന്നെ ഞാൻ പാരഡി ഗാനം എഴുതി കൊടുത്ത 10ൽ 9 സ്ഥാനാർത്ഥികളും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാളോ? ഇദ്ദേഹം തന്നെയാണ്. ഓഹോ, എന്നാ ആ ഹിറ്റായ പാരഡി ഗാനൊന്ന് കേൾക്കട്ടെ. കഴിഞ്ഞ ഇലക്ഷനിൽ വാഴ ചിഹ്നത്തിൽ മത്സരിച്ച വാഴക്കാല ഹസീബക്ക് വേണ്ടി ഞാൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം പാടട്ടെ. നമ്മുടെ ചിഹ്നം വാഴ, കുലകൊലച്ച വാഴ, നാട്ടുകാരുടെ വാഴ, ഇക്കയാണ് വാഴ, വോട്ട് ചെയ്ത് നോക്കടാ വാഴ. ഇപ്പത്തെ കാലത്തൊക്കെ ആരെങ്കിലും ഈ വാഴ ചിഹ്നത്തിലൊക്കെ മത്സരിക്കും? ആട്ടെ, എന്താണ് നിങ്ങളുടെ ചിഹ്നം? മൻസൂർക്കൊക്കെ വേണ്ടി ഈ വർഷത്തെ ട്രെൻഡിങ് പാട്ടന്നെ ഞാൻ പാടാം. കേക്കട്ടെ. കോഴിക്ക കോഴിക്ക വോട്ട് കോഴിക്ക, വിജയം കോഴിക്ക, മൻസൂരിക്ക മൻസൂരിക്ക. എങ്ങനത്തെ അടുത്ത പോട്ടെ. എന്നാ നമുക്ക് ഈ വർഷത്തെ മലയാള ഹിറ്റിൽ പിടിക്കാം. പറട്ടെ. പറ 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 പറക്കണ കോഴി 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 കളറാകട്ടെ. എന്താ പറക്കണ കോഴി? അത് ഏത് കോഴി? എടാ വല്ല കാട്ടുകോഴിയായിരിക്കും. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. കം ടു ദ പോയിന്റ്. ഓക്കെ, ബേസിക്കലി ഞാൻ ഈ പാരഡി ഗായകൻ മാത്രമല്ല, ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ്. അത് വശമുണ്ടോ രാമനാഥനെ? ഞാൻ സാറിനെ പറ്റി വിശദമായി അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത് സാറിന് പാർട്ടിയിൽ വലിയ വിലയൊന്നും ഇല്ലെങ്കിലും നാട്ടുകാരുടെ ഇടയിൽ പുല്ല് വില എന്നാണ്. അതെങ്ങനെ കൂടെ നടക്കുന്നവരോട് ഗുണം? അതിന് പേടിക്കാനൊന്നുമില്ല. നമുക്ക് യൂത്തിനെ പിടിക്കാം. അവർ വഴി ഓരോ വീടുകളിലും നമുക്ക് സ്വാധീനം ചെലുത്താം. അത് കൊള്ളാം. പിടിക്കാൻ പാട്ടുണ്ടോ? പാട്ടില്ല, പക്ഷെ കോഴ്സ് ഉണ്ട്. ACC +2 കഴിഞ്ഞുള്ള കുട്ടികളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കോഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കും. 150ലധികം രാജ്യത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഇന്റർനാഷണൽ കോഴ്സാണിത്. പിന്നെ BComന്റെ കൂടെ ACC പഠിച്ച 9 പേപ്പർ എക്സംഷൻ ഉണ്ട്. 4 പേപ്പർ മാത്രം എഴുതിയാൽ മതി. പിന്നെ ഈ ഉപദേശം വഴി പാരന്റ്സിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കും. അത് അടിപൊളി കോഴ്സ് കേട്ടോ. ഇതിന്റെ ഫീസ് IIII CCAT സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്ത് ടോപ്പിലെത്തിയ ഈ കോഴ്സ് 100% സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. അത് ഈ ACCA പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ ഈ AC ഗോദാവരി 72 വർഷം +2 പാസ്സായി ഈ തള്ളയോട് ഇതൊക്കെ പറഞ്ഞ എന്താണ് കാര്യം? നല്ല പ്രാന്താണോ?